ബി.ജെ.പിയുടെ സംസ്ഥാന നേതാക്കളായിട്ടുള്ള ബി ഗോപാലകൃഷ്ണനും അതുപോലെ തന്നെ നടൻ കൂടിയായിട്ടുള്ള ദേവനുമാണ് നമ്മളോടൊപ്പം ചേരുന്നത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മോദിജി വന്നപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, ബി.ജെ.പി കേരളത്തിൽ രണ്ടക്കം കടക്കും എന്നൊരു കാര്യം. എന്തൊരു ആത്മവിശ്വാസത്തിലാണ് അത്തരം ഒരു പ്രതികരണം വന്നത്? അതായത് മോഡിജിയുടെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് അതൊരു ഗ്യാരണ്ടിയാണ് അല്ലേ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒന്നും അറിയാതെ ഒന്നും കേൾക്കാതെ ഒന്നും എന്തെങ്കിലും ബ്ലണ്ടായിട്ട് സംസാരിക്കുന്ന ഒരാളല്ല മോഡിജി. അദ്ദേഹത്തിന് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് മോഡിജിയുടെ പിന്നിലുള്ള ആ ഗ്യാരണ്ടിയുടെ അടിസ്ഥാനത്തിലാണ്. ഉറപ്പാണ് അദ്ദേഹം പറഞ്ഞതിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. 2 അക്കം കടക്കും ബി.ജെ.പി ഈ പ്രാവശ്യത്തെ ലോക്സഭ ഇലക്ഷൻ. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അതിൻ്റെ പ്രചരണമെല്ലാം നടക്കുന്ന സമയത്ത് ബി.ജെ.പിയുടെ നിരവധി സ്ഥാനാർത്ഥികളെ പല രീതിയിലുള്ള വിവാദങ്ങളിലേക്ക് ഇടാൻ ശ്രമിക്കുന്നുണ്ട്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്കെതിരെ തന്നെ വലിയ രീതിയിൽ വിവാദങ്ങൾ ഉയരുന്നുണ്ട്. അതിനൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് സ്വാഭാവികമാണല്ലോ. കാരണം സുരേഷ് ഗോപി എന്നുള്ള ഒരു പവർഫുള്ളായിട്ടുള്ളൊരു ഒരു ഒരു രാഷ്ട്രീയ നേതാവാണ്. വെരി പവർഫുൾ മാൻ. ഒരു ജനറേറ്ററാണ്, ഒരു ഇലക്ട്രിസിറ്റി ജനറേറ്ററാണ് സുരേഷ് ഗോപി. അപ്പോൾ നാച്ചുറലി അതിനെതിരായിട്ട് ആ പവറിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ചില ആൾക്കാരുടെ ഗൂഢമായ ചില നീക്കങ്ങളാണ് അങ്ങനെയുള്ള ഒരു ബാഡ് പ്രൊപ്പഗാൻഡ ഇറക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇപ്പം നമ്മൾ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സൊക്കെ വളരെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ മനസ്സിലാക്കുക അതിന് ഒന്നുമില്ല, അതിനകത്ത് ഒന്നുമില്ല. അത് കേൾക്കുന്നവർക്ക് വേറൊരു തരത്തിൽ ഒരു പക്ഷേ മീഡിയ ആയിരിക്കാം, മീഡിയ ചെയ്യുന്ന ചില വിദ്യകളാണ് അവരുടെ റേറ്റിംഗ് കൂട്ടാനൊക്കെ ഉള്ളത്. വലിയ രീതിയിലൊരു പ്രതീക്ഷയിലാണ് ഈ പത്മജ വരുന്നതോടുകൂടി സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ കുറച്ചും കൂടി സ്വാധീനം കൂടും എന്ന് കരുതുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ഇപ്പോൾ ഇവിടെ വക്കീല് പറഞ്ഞ പോലെ തന്നെ അത് പത്മജയുടെ വരവ് ബി.ജെ.പിക്ക് കൂടുതൽ ഊർജ്ജം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ കെ മുരളീധരൻ്റെ വടകര വിട്ടുള്ള ഇങ്ങോട്ടുള്ള വരവ് അത് കോൺഗ്രസിനെ ഏറെ ബാധിക്കും. കാരണം അതിൻ്റെ പിന്നിൽ ഭയമാണ്, പേടിയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അത് എല്ലാ ഘടകങ്ങളും ആലോചിക്കുകയാണെങ്കിൽ സുരേഷ് ഗോപിക്കുള്ള ചാൻസസ് വർദ്ധിക്കുകയാണ്. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മന്ത്രി എം.ബി. രാജേഷ് പറഞ്ഞത് കേരളത്തിൽ ഇത്തവണയും ഇലക്ഷൻ അടുത്തതോടുകൂടി ഒരു കോലീബി സഖ്യം വർക്ക് തുടങ്ങിയെന്ന രീതിക്ക്. ആദ്യം എം.ബി. രാജേഷ് ഇന്ത്യ സഖ്യത്തെക്കുറിച്ചുള്ള മറുപടി പറയട്ടെ, എന്നിട്ട് പോരെ കോലീബി സഖ്യം. ഇന്ത്യ സഖ്യം നിലനിൽക്കുമ്പോൾ ഇവർ പരസ്പരം മത്സരിക്കുകയല്ലേ. അപ്പം അതുകൊണ്ട് ഇവരിവിടെ പറയുന്നത് കോൺഗ്രസുമായിട്ട് ബി.ജെ.പി സഖ്യമുണ്ടെന്നാണല്ലോ. ഞാൻ എൻ്റെ ഒരു ചോദ്യം ചോദിക്കാം എം.ബി. രാജേഷിനോട്. അങ്ങനെയാണെങ്കിൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഇവരുടെ സീതാറാം യെച്ചൂരിയോ പ്രകാശ് കാരട്ടോ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഇവിടെ കോൺഗ്രസുമായിട്ട് ബി.ജെ.പി സഖ്യമാണ്, അതുകൊണ്ട് ഇന്ത്യ സഖ്യത്തിൽ നിന്ന് കോൺഗ്രസിനെ പുറത്താക്കണമെന്ന് പറയുമോ? ആ ചോദ്യം ചോദിക്കുക, അതിന് ആദ്യം ഉത്തരം പറയാൻ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് കോൺഗ്രസിനെ പുറത്താക്കട്ടെ ധൈര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവർ സ്വയം പുറത്തു പോരട്ടെ. കാരണം ഇവരിവിടെ സഖ്യമല്ലേ ബി.ജെ.പി ആയിട്ട്. ബി.ജെ.പി എതിർക്കാൻ വേണ്ടിയാണ് ഇന്ത്യ സഖ്യം. ആ ഇന്ത്യ സഖ്യവുമായിട്ട് ഇവിടെ കോൺഗ്രസ് സഖ്യത്തിലാണെങ്കിൽ ആ കോൺഗ്രസിൽ സഖ്യത്തിൽ നിന്ന് ദേശീയ തലത്തിൽ CPM വെളിയിൽ പോട്ടെ. ധൈര്യമുണ്ടോ CPMന് വെല്ലുവിളിക്കാണ് ബി.ജെ.പി എം.ബി. രാജേഷിനെ? ഇതിന് ഉത്തരം പറയാൻ എന്നിട്ട് ബാക്കി പറയാം. കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകയായിട്ടുള്ള ഷമാ മുഹമ്മദ് പറഞ്ഞിരുന്നു കോൺഗ്രസിനകത്ത് വനിതാ പ്രാതിനിധ്യം കുറഞ്ഞു എന്നൊരു കാര്യം. ഈ പത്മജ വേണുഗോപാൽ ഈ കാര്യങ്ങളൊക്കെ തന്നെയല്ലേ പറഞ്ഞിരുന്നു? ഞാൻ ആദ്യം ഒരു കാര്യം പറയാം. ഷമാ മുഹമ്മദ് അവരുടെ ഒരു സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. ഇങ്ങനെയാണ് കോൺഗ്രസിനുള്ളിൽ നടക്കുന്നത്. അതൊരു കുടുംബാധിപത്യമാണ്. ആ കുടുംബം തീരുമാനിക്കും ആർക്ക് കൊടുക്കണം, എന്ത് കൊടുക്കണം, എങ്ങനെ കൊടുക്കണം. ഒരു കുടുംബ പാർട്ടിയാണത്. അതുകൊണ്ട് അവിടെ ജനാധിപത്യവും ഇല്ല, സ്വാതന്ത്ര്യവും ഇല്ല, സ്ത്രീകളോടുള്ള താല്പര്യവും ഇല്ല. അതുകൊണ്ടാണ് ആളുകൾ പോകുന്നത്. ഷമയെ ഭാരതീയ ജനതാ പാർട്ടി സ്വാഗതം ചെയ്യുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം നിങ്ങൾ നോക്കൂ, ഇവിടെ നിൽക്കുന്നത് മുഴുവനും CPMുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ്. ഇന്നലെ വരെ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് കോൺഗ്രസിൽ നിന്ന് ആളുകൾ പോകുന്നല്ലേ. ഇന്ന് ആലത്തൂർ കേരളത്തിൻ്റെ ത്രിപുരയായി ആലത്തൂർ മാറാൻ പോകുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇവിടെ നിൽക്കുന്ന CPMൻ്റെ മുഴുവൻ പ്രവർത്തകരും. CPMൽ നിന്ന് ലോക്കൽ കമ്മിറ്റി മെമ്പർ, ബ്രാഞ്ച് മെമ്പർ രാജിവെച്ച് ബി.ജെ.പി ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഷമാ മുഹമ്മദിനെ സ്വാഗതം ചെയ്യുന്നത് പോലെ ബി.ജെ.പി CPMനെയും സ്വാഗതം ചെയ്യുന്നു, CPMലെ അണികളെയും. ബി.ജെ.പിയുടെ സംസ്ഥാന നേതാവ് കൂടിയാണ്. ഇപ്പോൾ മോദി പറഞ്ഞതുപോലെ തന്നെ 2 അക്കം കടക്കുന്നതാണ്, അല്ലെങ്കിൽ കൃത്യം ഇത്ര സീറ്റുകൾ കിട്ടുമെന്നൊരു കണക്ക് ബി.ജെ.പിക്ക് ഉണ്ട്. നിങ്ങൾ മോദി പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഹിന്ദി പഠിച്ച ആരെങ്കിലും ഉണ്ടാവണമെന്ന് ഞാൻ വളരെ റിക്വസ്റ്റായിട്ട് പറയുകയാണ്. 2 അക്കത്തിൽ കേരളത്തിൽ 2 അക്കത്തിൽ ജയിക്കുമെന്ന് മോദി പറഞ്ഞോ?
മോദി പറഞ്ഞത് എന്താ? 2 അക്കത്തിൽ ജയിക്കാൻ വേണ്ട മനസ്സ് ഈ കേരളത്തിലെ ജനങ്ങൾക്കുണ്ടാവണം. ജനങ്ങൾ ഒന്നിച്ചു നിന്ന് 2 അക്കത്തിൽ വിജയിപ്പിക്കണം എന്നാണ് പിണറായി വിജയൻ പ്രസംഗിച്ചത്. 20 സ്ഥലത്തും CPM-നെ വിജയിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കണമെന്നാണ്. ഇതെല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും പറയുന്നതല്ലേ? അതിലെന്താ തെറ്റ്? അപ്പം അത് ഈ BJP-യുടെ നരേന്ദ്രമോദി പറഞ്ഞാൽ ഉടനെ അതിനെ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ആദിവാസി കോളനി പോയിട്ട് അവിടെ വോട്ട് ചേർക്കാൻ കഴിഞ്ഞില്ല. 12ഓളം ആളുകൾക്ക് വോട്ട് ചേർക്കാൻ പറ്റിയില്ല. അപ്പോൾ അവർ വന്ന് ഈ സുരേഷ് ഗോപിയോട് കംപ്ലയിൻറ്റ് ചെയ്തു, ഞങ്ങളുടെ വോട്ട് ചേർന്നില്ല. അപ്പോൾ അദ്ദേഹം നമ്മുടെ പ്രവർത്തകരോട് പറഞ്ഞു, നിങ്ങൾ വോട്ട് ചേർക്കണ്ടേ, നിങ്ങളിങ്ങനെ വോട്ട് ചേർത്തില്ലെങ്കിൽ ഞാനങ്ങും എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടു. അതിന് മാധ്യമം പറഞ്ഞതെന്താ? പ്രചരണത്തിന് വന്നപ്പോൾ ആളില്ല എന്നാണ്. പുതുക്കാട് പ്രചരണത്തിൻ്റെ ആളുകൾ 5000-6000 ആളുകളായിരുന്നു. അപ്പോൾ തെറ്റായ കാര്യങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ച് BJP-യെയും BJP സ്ഥാനാർത്ഥിയെയും പ്രധാനമന്ത്രിയെയും സുരേഷ് ഗോപിയൊക്കെ അവമതിക്കാനുള്ള ശ്രമം മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട്. ഒരു കാഴ്ചപ്പാട് പ്രകാരം ഈ പത്മജിയുടെ ഈ BJP-യിലേക്കുള്ള വരവ് തൃശ്ശൂരിൽ ആർക്ക് ഗുണം ചെയ്യുമെന്നാണ് കരുതുന്നത്? മുരളീധരൻ ഇപ്പോൾ തൃശ്ശൂരിലേക്ക് മാറി മത്സരിക്കേണ്ടി വരെ വന്നിരിക്കും. എന്താ സംശയം? അത് സുരേഷ് ഗോപിക്കല്ലേ ഗുണം ചെയ്യുക? അതിനൊരു ഉദാഹരണം പറയാം. ഞാൻ ഇന്നലെ ഒരു വലിയ കോൺഗ്രസ് നേതാവിൻ്റെ വീട്ടിൽ സമ്പർക്കത്തിന് പോയി. എൻ്റെ വീടിനടുത്താണ്. ഞാൻ സമ്പർക്കത്തിന് പോയപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്രാവശ്യം നിങ്ങളുടെ വോട്ട് BJP-ക്ക് തരണം. ഉടനെ ആ വീട്ടിലെ അമ്മ പറയാം, പത്മജ വരെ മാറി, പിന്നെ ഞങ്ങൾക്ക് മാറാൻ എന്താ വിഷമം എന്നാ? ഇതാണ് ചോദ്യം, എന്നോട് പറഞ്ഞ ചോദ്യമാണ്, ഉത്തരവാണ്. അപ്പോൾ ഈ ഉത്തരം നാട്ടിലെ ജനങ്ങളുടെ ഹൃദയത്തിലുണ്ട്. തൃശ്ശൂർ അപ്പോൾ മാറുമെന്നാണ് ഞാൻ. തൃശ്ശൂർ അല്ലെങ്കിലും മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പം തൃശ്ശൂർ അല്ലെങ്കിൽ മാറുന്നു. പത്മജ വരുന്നതിന് മുമ്പും പത്മജ വന്നതിന് ശേഷവും തൃശ്ശൂർ സുരേഷ് ഗോപിയോടൊപ്പമാണ്. ഏതായാലും തൃശ്ശൂരിലെയും അതുപോലെ തന്നെ ആലത്തൂരിലെയും അതുപോലെ തന്നെ കേരളത്തിലെയും BJP-യുടെ സാധ്യതകൾ പങ്കുവയ്ക്കുകയായിരുന്നു BJP-യുടെ സംസ്ഥാന നേതാക്കളായിട്ടുള്ള അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ അതുപോലെ തന്നെ നടൻ കൂടിയായിട്ടുള്ള ദേവൻ. വീഡിയോ ജേർണലിസ്റ്റ് വിനു സിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.